അഴകനപ്പോ വന്ന് വാടാ, ഒരു കൊള്ളി വേണേ നീ വെച്ചോ. हेलो एवरीवन, वेलकम टू रिएक्शन स्टूडियो। आई एम सुखदेव। हाँ महादेव। तो दोस्तों, आज हम देखने वाले हैं तन्मत्रा फिल्म को, जो कि 2005 में रिलीज़ हुई थी। इस फिल्म में लीड रोल में हैं मोहनलाल, मीरा वासुदेवन एंड अर्जुन लाल। और दोस्तों, इस फिल्म को डायरेक्ट किया है ब्लेसी ने। तो बिना किसी देरी के हम इस फिल्म को देखते हैं। लेकिन देखने से पहले आपको याद दिला दूँ, अगर आपने अभी तक हमारा चैनल सब्सक्राइब नहीं किया है तो प्लीज़ सब्सक्राइब कीजिए। और अगर आपको ये वीडियो पसंद आता है तो इसे लाइक ज़रूर कीजिए। सो विदाउट एनी डिले, लेट्स वॉच तन्मत्रा। Let's watch. तन्मत्रा। 7, 8, 9 ഒരുപാട് തല്ലുകൊണ്ടതിന് ശേഷമല്ലേ നമ്മൾ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കാണാതെ പഠിച്ചത്. ഇപ്പോൾ ഒരു ചെറിയ ട്രിക്കിലൂടെ ഗുണന പട്ടിക 8 ഉം 1 ഉം 81 81. താങ്ക് യു. ഇനി 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ. ഈ മാജിക് ട്രിക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നത്? സാധാരണയായി നമ്മൾ കണക്കുകളൊക്കെ കൂട്ടുന്നത് ലെഫ്റ്റ് ബ്രെയിൻ കൊണ്ടും ചിന്തകളും ഇനി റൈറ്റ് ബ്രെയിനെ കൊണ്ട് ചിന്തിപ്പിച്ച് വിഷ്വലുകളായി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ സാധിച്ചാൽ അത് എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ സാധിക്കും. കണ്ടിന്യൂസ് ആയിരുന്നു പഠിക്കുന്നതിലും. ഐൻസ്റ്റൈൻ പോലും അദ്ദേഹത്തിന്റെ തലച്ചോറിന്റെ 10% ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു സാധാരണ എഡ്യൂക്കേറ്റഡ് പേഴ്സന്റെ ബ്രെയിൻ 5% മാത്രമേ വർക്ക് ചെയ്യൂ. താങ്ക് യു. നമ്മുടെ സയൻസ് ക്ലബിന്റെ ഈ വർഷത്തെ പിപ്പറ്റും പ്യൂരറ്റും ഞെക്കിപ്പീടിഞ്ഞപ്പോൾ പെർമാംഗനേറ്റിന്റെ കളറ് പോയി. ഹൈഡ്രജൻ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞാൻ കണ്ടതാ താൻ അവിടെ ഞെളിപിരി കൊള്ളുന്നത്. ബെല്ലടിക്കുന്നവർ അങ്ങോട്ട് മാറി നിൽക്ക്. उसको मार रहे थे वो. अच्छा, अरे बता रहे अपना बर्थडे. पिज्जा को काट रही है. पिज्जा काट रही. Thank you. Happy birthday. Thank you. Would you like to drink anything? Wine, can beer, coke, something? What do you like, sir? ഇവിടെ നിന്റെ ये देख रहे पे. 2 coke and 1 plate french fries. Just 2 minutes. हैं क्या करती है ऐसे? बर्थडे. പക്ഷെ എല്ലാവർക്കും എക്ലൈസ് വാങ്ങി കൊടുത്തപ്പോൾ ഞാൻ നിനക്ക് ഐസ്ക്രീമാ വാങ്ങി തന്നെ. എന്നിട്ട് ഞാനിപ്പോ അതോർത്തോണ്ടിരിക്കാണ്. പെണ്ണ് കൊള്ളാലോ. भाग जाएगा सर. My desire is like a breeze, you in every raindrops, and you look. हैं? मोहनलाल, उसके पापा चाहिए. आंदोलन चल रहा है. स्ट्राइक. 1997 മാർച്ച് മാസം നടപ്പാക്കിയ ശമ്പള പരിഷ്കരണം. സുഹൃത്തുക്കളെ, उसका फोन यार फिल्म में रहता है कॉमेडी करते हुए. दोबारा आगे 8 രൂപയ്ക്ക് കൊണ്ടിരുന്ന സവാളയ്ക്ക് ഇന്നത്തെ കമ്പോള വില നാം അറിയാതെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് ഈ ഉപഭോക്തൃ സംസ്കാരം. ഇതിനെ വളർത്തിയെടുക്കുന്നതിന് മുഖ്യ പങ്കാളി നമ്മൾ കടമെടുക്കുന്ന ഈ വിദേശ സംസ്കാരം ഇനി വരുന്ന തലമുറയുടെ അന്തകനായി മാറുമെന്ന് സമയത്രയും പഠിക്കട്ടെ, ഏതെങ്കിലും ഒരു റാങ്ക് കിട്ടാതിരിക്കില്ല. ഞാനങ്ങനെ റാങ്കിന് വേണ്ടി ഒന്നും പഠിപ്പിക്കുന്നില്ല. മെഡിസിനും ലക്ഷമല്ലേ അതൊക്കെ എത്ര കാലത്തേക്കാ സാറേ? ശമ്പളത്തെക്കാൾ ഉപരി നല്ല റെസ്പെക്റ്റബിൾ പ്രൊഫഷനിലെത്തണം. IAS ഒക്കെ പോലെ. സാറിന് അറിയാലോ, എല്ലാത്തിനും ഉപരി ഒരു ഭാഗ്യം. ആ അതെ.
फटाफट कर चल സോറി कॉलोनी में रहते हैं വന്ന് കാണാൻ हैं ഓ, എന്റെ ഈശ്വരാ, പേടിപ്പിച്ച് കളഞ്ഞല്ലോ. നീ ഇത് എവിടെ ആയിരുന്നടാ ഇത്രയും നേരം? शिखर जा रही है എന്താ നിന്ന് ചിരിക്കുന്നേ? കേട്ടോ ദാണ്ടെ അച്ഛൻ വരുന്നുണ്ട്. ആ, നീ അങ്ങനെ വിധമൊന്നും മാറ്റണ്ട. എവിടെ ആയിരുന്നു ഇത്രയും നേരം? അച്ഛനും ഇന്ന് ലേറ്റ് ആണല്ലോ. ഇത് ചോദിച്ചു കേട്ടില്ലേ നീ? इसके पापा ही होंगे वो। ശരി. ചേച്ചി പറഞ്ഞ പോലെ ഇതിലെന്താ കളത്തിലുണ്ട്. അതാ ഇന്ന് ഇത്ര സ്മാർട്ട് ആവുന്നെ. ആ, ഇതിനാണ് മോളെ. സ്കൂള് വിട്ടിട്ട് മണിക്കൂർ 2 കഴിഞ്ഞില്ലേ? 2 घंटे लेट आए 2 മണിക്കൂറൊന്നും ആയില്ല അച്ഛാ. ഇല്ലേ? എന്നാ മോനൊന്ന് വേഗം ഇറങ്ങ. മക്കൾ ओ बे एक्सलेंट मार्गरोस കഴിഞ്ഞ വർഷം എനിക്ക് ഉണ്ടായിരുന്നു. ആ അവൻ തന്നെയല്ലേ ഈ വർഷം NCC ക്യാപ്റ്റൻ? ഒരു ഓട്ടോറിക്ഷ പിടിച്ചവനെ വീട്ടിൽ കൊണ്ടാക്കി. എത്ര പറഞ്ഞിട്ട് വേണ്ട മമ്മി ചായ കുടിക്കാതെ വിട്ടില്ല. അങ്ങനെ കറങ്ങി തിരിഞ്ഞപ്പോ സമയം അങ്ങ് ആ എന്തായാലും കൊള്ളാം. പരീക്ഷ ഇങ്ങ് അടുത്ത് വരിക. ചോദിക്കാതെയും പറയാതെയും ഇനി അങ്ങനെ കറങ്ങി തിരിയണ്ട. जब तक एग्जाम खत्म नहीं होता तब तक घूमना नहीं है आटा കഴിഞ്ഞ് വീട്ടിൽ പറയാതെ ഞാൻ കെട്ടുപന്ത് കളിക്കാൻ പോയത്. കെട്ടുപന്തോ? അതെന്നാ അച്ഛാ? അന്നൊക്കെ ഇപ്പോഴത്തെ പോലെ പന്ത് പൂത്ത് സന്ധ്യ ആയതറിഞ്ഞില്ല. സ്കൂള് വിട്ട് എന്നെ കാണാഞ്ഞ് അച്ഛനും സുകുമാരൻ നായരും ആ ചെത്തുകാരൻ പ്രസന്നം എന്ന് വേണ്ട അച്ഛൻ്റെ വക സമ്മാനം. വീട്ടിലോട്ട് ചെന്നപ്പോഴേ അമ്മ ചോറിലും പിടിച്ച് അങ്ങനെ തുള്ളി നിൽക്കുക. അമ്മയ്ക്ക് പിടികൊടുക്കാതിരിക്കാനായി ഓടിച്ചിട്ട് പിടിച്ച് പൊതിരെ തല്ലി ടമാ ടിമാന്ന് പറയാതെ കളിക്കാൻ പോയതിനും കള്ളം പറഞ്ഞതിനും ഒക്കെ. അന്നത്തെ उसे डर लग रहा इन्होंने भी कहती है अपनी माँ की माँ ബഹളവും വഴക്ക് പറച്ചിലും ഒക്കെ അമ്മയായിരുന്നു. क्या बना रहे അച്ഛനെ പിന്നെയും പറഞ്ഞു കളിപ്പിക്കാൻ हैं कहाँ तोड़े അയ്യോ, ഇനി അത് കൈ കൊണ്ട് എടുത്തിട്ട് കയ്യിൽ കുപ്പിച്ചില കൊണ്ട് കയറണ്ട. अच्छा रोने लग गए इसने भी झूठ बोला था इसलिए रो रहा है। अब बोलेगा എന്റെ കുഞ്ഞുനാളിലെ മനസ്സ് തന്നെയാണല്ലോ നിന്റെ നോർത്ത് അച്ഛൻ ഉള്ളിൽ ചിരിക്കായിരുന്നടാ. 2001 I was on my way to Bokaro from इसकी बहन है ना 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 पड़ोसी എനിക്കും അഭിരുചിക്കും ഒക്കെ അനുസരിച്ച് പഠിക്കണം. എന്നാ പുതിയ സിലബസ് പറയുന്നേ. രാത്രി കിടന്ന് അലിച്ചു പോവാതിരി അങ്ങനെ മാജിക്കും മന്ത്രവും ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലുള്ള വാക്കുകൾ കളിയായിട്ടാണെങ്കിൽ പോലും ഉപയോഗിക്കരുത്. ആ ഡാഡി വരുമ്പോ മോള് പിടിച്ചിരുത്തി ഒരു കമ്പൈൻ സ്റ്റഡി. ഇരുന്നിട്ട് രണ്ടുപേരും കൂടെ വാചകടിയാ. എന്നിട്ട് ഇനി കഴിച്ചിട്ട് മതി. ഒരു സബ്ജക്ട് 20 മിനിറ്റ്. ആ, എന്നാ ഒരു പാ കൂടി എന്റെ മുന്നിൽ വിരിക്കാം. അവിടെ ഞാൻ കിടന്ന് കണ്ടോ. कार्टून देख रही हो टॉम एंड जेरी ഹിസ്റ്ററിയുടെ മറ്റു എസ് എഴുതണ്ട. ഈ ഷെർഷായുടെ ഭരണപരിഷ്കാരമൊക്കെ എത്ര പഠിച്ചാലും ഏതെങ്കിലും പോയിന്റ്സ് ഒക്കെ വിട്ടുപോകും. അമിതാഭ് ബച്ചൻ വേണ്ട അച്ഛാ. മമ്മൂട്ടി മതി. ആ മമ്മൂട്ടി എങ്കിൽ മമ്മൂട്ടി. പിന്നെ മന്ത്രി അംഗരക്ഷകരും ചേകവരും ഒക്കെ എല്ലാം ആക്കിയാൽ കാര്യസം. കണ്ട ഒരു സിനിമയുടെ കഥ എഴുതാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് എഴുതത്തില്ലേ? ആ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. സർ ഏയ് ഞങ്ങളുടെ സാറ് പറഞ്ഞ അച്ഛനൊരു ജീനിയസ് ആണെന്നാ. സാറിന് ഇപ്പോഴും സംശയം അച്ഛൻ എങ്ങനെ IAS കിട്ടാതെ പോയിന്നാ. ഒരു ദിവസം അച്ഛനെ കൊണ്ട് ക്ലാസ് അച്ഛൻ പ്രോമിസ് ചെയ്താ പറയത്തില്ല അച്ഛൻ പ്രോമിസ് ചെയ്താട്ടോ. എന്താ അച്ഛാ? എന്താ ഈ കോമ്പസ്? യോ അച്ഛൻ क्या प्रॉमिस किया था പരിപാടിയല്ലേ? കോമ്പസ്. കോമ്പസ് എന്ന് പറഞ്ഞാലേ അച്ഛാ പറയരുത് അച്ഛാ. No. ദാണ്ട പോ. എന്നാ ഇല്ല കേട്ടോ. സത്യം സത്യം സത്യം. प्रॉमिस कर दिया कुछ ഈ എന്നൊക്കെ പറഞ്ഞു. അത് ശരി, അതാണല്ലേ കോമ്പസ്. ഇതൊന്നുമല്ല, കാര്യമൊന്നുമില്ലേലും മേലെ വെള്ളിത്തിങ്കൾ താഴെ നിലാക്കാൽ ചുറ്റിക്കളിയൊക്കെ മോനും കാണാതിരിക്കോ? തനി ഫോട്ടോ കോപ്പി അല്ലേ? കുട്ടികൾ നമുക്കെപ്പോഴും കുഞ്ഞുങ്ങളാ.
लड़की से लाइक करती है उससे दूर भाग रहा ऐसे क्यों बैठ गए इसको बिठाने के लिए साइकिल चला रहा अच्छा स्कूटर सिखा रहा है। पिकनिक मनाने जा रहे हैं ये भाई पीछे देख ऐसा लग रहा है जैसे नहीं वहाँ पर तो वैसा था पर शायद असली मूवी देखने जा रहे हैं जोरासिक पार्क पीछे वाले को देख ही नहीं रहा वो डर गई എന്തോ ചെയ്യും ഒരു പൂച്ച വിലങ്ങനെ വെച്ചതാ നമ്മുടെ ഇപ്പൊ മരിച്ചുപോയ അപ്പച്ചിയും അപ്പച്ചിയല്ല മുത്തശ്ശി കർമ്മഫലം അനുസരിച്ച ഒക്കെ ഓരോ നിയോഗ എന്റെ ചേട്ടാ കർമ്മഫലം യോഗോ നിയോഗം എന്നൊക്കെ പറഞ്ഞ ഈ പിള്ളേർക്കും അല്ലേ മനസ്സിലാവും ഇതൊക്കെ ചില കർമ്മഫലങ്ങൾ ഈ ഭൂമിയിൽ തന്നെ അനുഭവിച്ച് തീർക്കണം പിന്നെ അല്ലേ കാണായിരുന്നു അച്ഛന്റെ പഴയ ഒരു ലൈനിലിടാ इसका एक्स गर्लफ्रेंड ഈ അച്ഛൻ പിച്ചി പിച്ചി അപ്പനെ മുഴുവൻ പാടാ क्या सोच रहा है എടാ കൊതിയ അതേ നോക്കിയിരിക്കാതെ പഠിച്ചൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ഓരോന്ന് തരും ये बचपन में तो नहीं था कहीं ऐसा अपना बचपन कर रहा है शायद यार അതായത് ദാ കള്ളാ നിക്കടാ അവിടെ ദാ ഉണ്ണിയപ്പം കൊതിയ ना ना वो तो बच्चा रियल में था शायद अच्छा अच्छा मर गई पता नहीं कौन है अच्छा इस औरत की माँ है शायद क्या लगती होगी इसकी യൂണിയൻ കാർഡ് പണിമുടക്കും പണി ലാസ്റ്റ് മിനിറ്റ് കസേര ഇറങ്ങാറാകുമ്പോ അങ്ങ് നടപ്പാക്കും കടക്കണിയൊക്കെ പിന്നാലെ വരുന്ന അനുഭവിച്ചോളൂല്ലോ वो ये नहीं है इसमें कैसे बना हुआ देखो കാലത്തെ തുടങ്ങി ഉള്ളി വെക്കുമ്പോ കൈ തരാൻ നിൽക്കണ്ടേ നേരത്തെ കാലത്തെ അവള് പോയത് നന്നായി ബോധവും പൊക്കണവും ഇല്ലാതെ കിടന്ന് ആര് നോക്കാൻ അഴകനെപ്പോ വന്ന് വാടാ ഒരു കൊള്ളി വേണേ നീ വെച്ചോ पता नहीं साहब उससे अलग नज़रों से क्यों देख रहे हैं ये औरत लगती क्या है इसकी നീ ഇത്ര ധൃതി വെച്ച് കാറും പിടിച്ചു വരേണ്ട ഒരു കാര്യമില്ല പിന്നെ ഇഷ്ടം അതുകൊണ്ടാണല്ലോ ഒരു ഗൾഫുകാരനെ കണ്ടപ്പോ വാക്ക് ഉടമ്പടി എല്ലാം പറഞ്ഞു മോളെ അയാളോട് പറഞ്ഞു വിട്ടത് നല്ലൊന്നും ഒട്ടും പഠിച്ചില്ല ആ ഒക്കെ ഓരോരോ യോഗമാ മുത്തശ്ശന്റെ യോഗം കണ്ട അമ്മയെ പോലെ ഒരു മരുമോളെ കിട്ടിയ അത് കൊള്ളാമല്ലോടാ അപ്പൊ നീയാ ഇവിടെ ആശാനല്ലേ പറയാനാ മുട്ടേന്ന് വരുന്ന പിള്ളേരുടെ വർത്താനം കേട്ടാ ചില അച്ഛൻ ഇവള് പറഞ്ഞു കേട്ടോ അച്ഛന് നല്ല ജനറൽ നോളജ് ആണ് ഓ ഒക്കെ തുരുമ്പടിച്ചു തുടങ്ങി കുഞ്ഞുഞ്ഞേ ഓ ഇവിടെ ഉണ്ട് വീടിന്റെ അടുത്ത് ഒരു ഷാപ്പുണ്ട് അവിടുന്ന് അപ്പോഴേക്ക് അതും കണ്ടുപിടിച്ചോ പിന്നെ മനുഷ്യന്മാർ എവിടെ ചെന്നാലും ആദ്യം കണ്ടുപിടിക്കുന്ന ഷാപ്പ് वैसे ये बनाता रहता खाना ചൂട് കഞ്ഞിരിച്ചിട്ട് നെയ്യൊഴിച്ച് ചേമ്പൂഴ്
ഈ നെയ്യും പുഴുക്കൊക്കെ കൊളസ്ട്രോളിനും പ്രഷറിനും പറ്റിയായിട്ടോ. ഞാനിനിയിപ്പോ അതൊക്കെ എന്തോന്ന് നോക്കാൻ. കൂട്ടി ഒരു കഞ്ഞി കൂടി അതൊരു സുഖ. ഇവിടെ ഒരാൾ അതിന്റെ ബാക്കിയാ. നല്ലൊരു ഇഞ്ചിക്കറി കൂട്ടിയാ അപ്പ കണ്ണീര് വരും. ഇങ്ങനെ കാണും. മതി മതി, രണ്ടുപേരും പോയി ഒന്ന് കുളിച്ച് അരപ്പും വെപ്പും ഒക്കെ ഞാൻ നോക്കണം. ചെല്ലേ സ്ഥലം കളിയൊക്കെ ചെല്ല. अच्छा उसके पापा हैं वो। എടി किसके? ഭ്രാന്തല്ല, इसी के അതിന്റെ पापा। യോഗ. मोहनलाल के? കിടിക്കാതെ അച്ഛന്റെ കുഴമ്പ് ഒപ്പിയും കിട്ടേ. तो मतलब अपने गाँव आ रखे हैं ये? വേദനിച്ചോ? मालिश कर रहा। ഇങ്ങനെ ഇരിക്കുമ്പോ ശരിക്കും ഞാൻ ഒരു കുട്ടിയാ. ഭാരവും ബലവും ഒന്നും ഇല്ലാതെ അങ്ങനെ ഒക്കെ നോക്കി ഒരു സഹായിയാണ്. കുറച്ചു കാലമായി നിന്നോട്. ചില ദിവസങ്ങളിൽ നേരം വെളുക്കുമ്പോ ഒരുതരം വെപ്രാളവും പേടിയും പരവേശവും തോന്നലുകളാ. വെളുപ്പാങ്കാലാവുമ്പോ ശരീരത്തിലെ ഷുഗർ ലെവൽ കുറയുന്നതിന്റെ. അച്ഛൻ ഞങ്ങളുടെ കൂടെ ട്രിവാൻഡ്രത്തിനുമാണ്. മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടേഷൻ ട്രാൻസ്ഫർ ശ്രമിച്ചാൽ കിട്ടില്ലേ? ആ, കിട്ടാഴികയൊന്നുമില്ല. ആഗ്രഹം പോലെ എനിക്ക് ഒരു കളക്ടറാകാൻ പറ്റിയില്ല. മനുവിലൂടെ എനിക്ക് നേടിയെടുക്കണം. उसके पापा चाहते थे ना कि कलेक्टर बने. സ്വാർത്ഥന, നീയും അതെ ഞാനും അതെ. അച്ഛൻ എപ്പോ വിളിച്ചാലും ഞാൻ ഇങ്ങെത്തില്ലേ. ഒരു വിളിപ്പുറത്ത് ഈ IAS എന്നൊക്കെ പറയുന്ന ഒരു തരം ചാൻസാ. ഭാഗ്യ. കുഞ്ഞുഞ്ഞേ, എന്തോ ആ കുളിക്കാനുള്ള വെള്ളം എടുത്തു വെച്ചോ. എന്റെ കൊച്ചൻ ഞാനിത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ള. ഈ കമ്പനിക്കാര് ഇതിന് നല്ല ബോർഡറും. ആ അതെ, ഞങ്ങളുടെ അമ്മ പറയും ചത്ത് കിടന്നാലും ചവഞ്ഞ് കിടക്കണം. കൊച്ചിലെ पता नहीं औरत को क्या लगती है इसकी. ചുമ്മാ ചേച്ചിക്ക് അറിയില്ല രമേശേട്ടന്റെ കാര്യം. എല്ലാ പുള്ളിക്കാരനും തന്നെ ചെയ്യണം. ഒരു പൊട്ട് പോലും തന്നെ വെക്കാൻ സമ്മതിക്കില്ല. കണ്ടോ? ഒക്കെ നിന്റെ ഭാഗ്യ. എണീറ്റാൽ ഉടനെ തുടങ്ങും. വന്ന് വന്നിപ്പോ വിശപ്പുമില്ല, ഭക്ഷണവും വേണ്ട. ഏത് നേരവും ഇതിന്റെ ചില അക്യൂട്ട് സിംറ്റംസാ. വായിച്ച് ചായ കുടിക്കാം. ചേട്ടനോട് പറയാതെ പോന്നേ. ഉണരുമ്പോ കണ്ടില്ലെങ്കിൽ പിന്നെ അതും പറഞ്ഞായിരിക്കും ഇന്നത്തെ ദിവസം മുഴുവൻ. അച്ഛന്റെ വാചകടിയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ഇയാൾ എന്താ ഒന്നും മിണ്ടാത്തെ? വലിയ ചെക്കനായി പോയോ? സഞ്ജയനം കഴിഞ്ഞ് അടുത്തൊരു ദിവസം വിളിച്ചിട്ട് ചേട്ടനെയും കൂട്ടിയിട്ട് അങ്ങ് വരാം. നിങ്ങൾ കഴിക്ക്, പോണ്ടല്ലേ? ആ, ഒരു കുട്ടിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത്രയും സമാധാനമായനെ അവക്ക്. സോമൻ ചേട്ടനോടെ കാര്യങ്ങളൊക്കെ കുറച്ചു മുമ്പ് ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാ. നിന്നെ കുഞ്ഞുനാളില് കളിയായിട്ട് വിളിച്ചുകൊണ്ടിരുന്ന ഒരു ഇരട്ട ഭാരതിയാരുടെ കണ്ണമ്മയും ചെങ്ങമ്പഴയുടെ രമണ്ണും ഒക്കെ പാടി. इसकी एक्स गर्लफ्रेंड तो नहीं थी कहीं ये? शायद सिनेमे जैसे लगता है. उसकी वाइफ आ गई है पीछे से. ഒന്നും ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞു നടന്നിട്ട് बचपन से मतलब साथ में थे ये. കുറച്ചു നേരം കൂടി ഞാൻ उसकी वाइफ आ गई. അതെ, അപ്പച്ചി എപ്പോഴും ഒരു ഒരു പേര് പറയുമായിരുന്നു. അത് ഞാനിങ്ങനെ ചങ്കിരിക്കുട്ടി എന്നല്ലേ? ഇതാണോ ഞാൻ മറന്ന പങ്കപ്പാടും വേണം. ഒരു പങ്കപ്പാടും ഇല്ല. നിനക്കത് ശീലമില്ലാത്തോണ്ടാ. എടാ കുഞ്ഞുഞ്ഞേ, ഇതോടെ എടുത്തോ. ആ ഭാഗത്ത് അതിപ്പോ ജോസഫിന്റെ ഇടപാടിൽ ഒരു കാർ ഒത്തു വന്ന് കിടപ്പുണ്ട്. സെക്കൻഡ് ഹാൻഡാ, എങ്കിലും നല്ല കണ്ടീഷനാ. അത് നീ പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഇത് പിന്നെ അതൊന്നും വേണ്ട. ജോസഫ് തന്നെ ഒരു പ്രൈവറ്റ് CC അറേഞ്ച് ചെയ്തിട്ടുണ്ട്. सेकंड हैंड कार लेने की सोच रहा है. തിരുവനന്തപുരത്തേക്ക് പറ്റില്ല, സീറ്റിൽ ആൾക്കാർക്ക് ഇരിക്കാനുള്ള. ഇത് തനിക്കുള്ളതാണ്. सामान रख रहा सीट में. പറഞ്ഞ കാര്യം അച്ഛനൊന്നും പറഞ്ഞില്ല. അതിന് ഞാൻ എന്നാ പറയാനാ?
റോഡ് വെട്ടുന്നതിനെ കുറിച്ചാണെങ്കിൽ ഇതെല്ലാം കൂടെ വെട്ടിപിടിച്ച് മാറ്റി തൽക്കാലം ചിന്തിക്കുന്നില്ല. എങ്ങ് തിന്നു കളയാവുന്നല്ല, അത് ഓർത്തോ. ഈ മുറ്റത്ത് കാറിടാനുള്ള യോഗ അച്ഛനില്ല. അടുത്ത പ്രാവശ്യം ഞാൻ എന്റെ കാറുമായിട്ട് കാറ് വാങ്ങുന്ന കാര്യം ഞങ്ങളോട് അറിഞ്ഞില്ല. അച്ഛനെ പിന്നെ എന്തിനാ വെറുതെ? അതേടി, ഈ വഴക്കും ബഹളവും ഒന്നും ഇല്ലാതെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നതല്ലോ. പോട്ടേട്ടാ വണ്ടി. ഈ സാരിക്ക് എന്തൊരു വില? இந்த ஸ்டஃப் அந்த கடையிலே 400 ரூபாய்க்கு தான் கிடைக்கும். ஆனா சேச்சி Not the 375 தரணும். ऑफिस में साड़ी बेचने वाला आ गया। क्या है, मजे कर रहे और साड़ी खरीद रही है ऑफिस में। अभी आएगा वो ऑफिस में ना, इसके बाद कितनी फाइल है, सारी फाइल है। पहले ऑफलाइन होता था ना सब कुछ काम, तो ज़्यादा वो होता था, फिर मैक्सिमम काम मैनुअली होता था ना, कंप्यूटर कम होते थे यूज उस समय। ഇനി ഞാൻ കാരണം പൊങ്കാലയ്ക്ക് തുണി കൊടുക്കാതിരിക്കും. ഇൻസ്റ്റാൾമെന്റ് സാറേ, ആദ്യം എന്റെ ഇൻസ്റ്റാൾമെന്റ് കഴിഞ്ഞ് മതി തന്റെ ഇൻസ്റ്റാൾമെന്റ്. സർക്കാർ ഇൻകം ടാക്സ് ഒക്കെ പിരിച്ചെടുക്കാനാ. തന്നെ പോലെ എല്ലാവരും ഡയറക്റ്റ് മാർക്കറ്റിംഗ് തുടങ്ങിയാൽ മാസം ഞങ്ങൾക്ക് ശമ്പളം വേണ്ടി തരുമ്പോ ഖജനാവ് ഇള്ളേ. तो ऑफिस में घुस रखा है आदमी। കാലത്തെ എന്താ പറയാനാ വിജയൻ സാറേ, ഒരു കണക്കിനാ നമ്മുടെ സാറന്മാരുടെ ഞാൻ കുറിക്കാശ് പിരിച്ചെടുക്കുന്നത്. അതിനിടയിൽ